കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിൽ ഇറാൻ വലിയ ആക്രമണം നടത്തിയപ്പോൾ, അതായത് ഖത്തറിലേക്കും മിസൈലുകൾ തൊടുത്തുവിട്ടപ്പോൾ, ബഹ്റിന് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആ സമയത്ത് അമേരിക്ക ഒന്ന് വിരണ്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അങ്ങനെ ഒരു ആക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇറാൻ പറയും, പക്ഷേ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചില്ല. പ്രധാനമായും അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ലോകക്രമം തന്നെ തെറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഉടനെ തന്നെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നാൽ വെടിനിർത്തലിന് ശേഷവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ട്രംപിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഇറാൻ ട്രംപിൻ്റെ പരിധിക്ക് വരും എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്ക വിചാരിച്ചത്. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും ട്രംപിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൻ്റെയും ആഗോള ഓഹരി വിപണികളുടെയും നേട്ടത്തിൻ്റെയും ചുവട് പിടിച്ച് ഇന്ന് പ്രീ ഓപ്പണിൽ തന്നെ കുതിച്ചു കയറി ഇന്ത്യൻ ഓഹരി വിപണികൾ നിൽക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സെൻസെക്സ് 800 പോയിന്റും നിഫ്റ്റി 263 പോയിന്റ് മുന്നേറ്റത്തിലാണ്. എന്തായാലും വിശാല വിപണിയിൽ എല്ലാ ഓഹരി വിഭാഗങ്ങളും നേട്ടത്തിലാണ് എന്നുള്ളതും ഒരു ആശ്വാസമാണ്. രൂപ ഡോളറിനെതിരെ തകർപ്പൻ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് 64 പൈസയുടെ ഒറ്റ കുതിപ്പുമായി 86.11 രൂപ വ്യാപാരം തുടങ്ങിയത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ രൂപ ഇത്രയും നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുന്നത് ഇതാദ്യമാണ്. ക്രൂഡ് വിലയിടിവ് കരുത്താക്കി നിഫ്റ്റി ഓയിൽ ഗ്യാസ് 1% കുതിപ്പോടെ ഇന്നത്തെ ദിവസം തുടങ്ങി. നിഫ്റ്റി IT റിയൽറ്റി മെറ്റൽ പൊതുമേഖലാ ബാങ്ക് ഓട്ടോ എന്നിവ വളരെ മുന്നേറ്റത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ഓഹരി വിപണികളായ ദിശയെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകങ്ങളെക്കുറിച്ച് എന്താണ് സംഭവം, അതിനെയുള്ള ഘടകങ്ങളെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ പശ്ചിമേഷ്യയിൽ 2 ആഴ്ചയോളം നീണ്ട സംഘർഷത്തിന് വിരാമമാകുമെന്ന പ്രതീക്ഷ നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ആഗോള ഓഹരി വിപണികളിൽ വൻ ഉണർവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം വെടിനിർത്താൻ ഉദ്ദേശമില്ലെന്ന് വ്യക്തമാക്കിയ ഇറാൻ പക്ഷേ ഇസ്രായേലിനോ US-നോ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാനും സംയമനം പാലിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും എണ്ണവില തകർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ലോക എണ്ണ വിപണിയിലേക്കുള്ള ചരക്ക് നീക്കത്തിൻ്റെ മുഖ്യപാതയായിട്ടുള്ള ഹോർമൂസ് കടലിടക്ക് ഇറാൻ അടക്കില്ല എന്ന് കരുതിയിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ഇറാൻ അത് അടച്ചു. ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണ മേഖലയായിട്ടുള്ള ഖർദ് ദ്വീപിൽ നിന്ന് തടസ്സമില്ലാതെ വിതരണം തുടരുന്നതും ക്രൂഡ് ഓയിൽ വിലയുടെ തിരിച്ചിറക്കത്തിന് വഴിവെച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതേസമയം കുതിപ്പില്ലാതെ സ്വർണ്ണവില തുടരുകയാണ് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. സ്വർണ്ണവില ഇടിയാനുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.